ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഷാജനാണ്, ഷെറിക്സ് ആയുർവേദിക്സിൽ നിന്ന്. ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന ഒരു പേഷ്യൻ്റ് കാലിൽ ഭയങ്കരമായ വേദനയും നീറ്റലുമായിട്ട് അവർ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ പറയും. മോളെ പേരെങ്ങനെയാ? ബെറ്റി. ബെറ്റി. ഓക്കെ. എത്ര വർഷമായിരുന്നു? 15 വർഷം. 15 വർഷമായിട്ടുണ്ട്. ഓക്കെ. എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു? ഇംഗ്ലീഷ് മരുന്ന് ട്രൈ ചെയ്തു, പിന്നെ ഹോമിയോ ചെയ്തു, ആയുർവേദം തുടക്കത്തിൽ ചെയ്തു, പക്ഷെ മാറിയില്ല. അവര് വേറെ എങ്ങും ഏതെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നോ? ഇല്ല, ഒന്നോടും കൂടുതലല്ലാണ്ട് ഒന്നും കുറയുന്നില്ല. ഓക്കെ. ഉറക്കം എങ്ങനെയുണ്ട്? ഉറക്കം കിട്ടുന്നില്ല. തൊലി ബെഡ്ഷീറ്റ് ഇങ്ങനെ ഒരയുമ്പം ഉറങ്ങാൻ പറ്റുന്നില്ല. ഓക്കെ. മറ്റുള്ളവർ കളിയാക്കും, നന്നായിട്ട് കളിയാക്കും. ഞാൻ ഇരിക്കുന്നിടത്തുനിന്ന് എണ്ണീറ്റ് പോകും, ബെഡ്ഷീറ്റ് മാറ്റുക, ഞാൻ ഇരിക്കുന്നിടത്തുനിന്ന് ബെഡിൽ നിന്നും ബെഡ്ഷീറ്റ് എടുത്ത് മാറ്റുക, അങ്ങനെയൊക്കെ. ഞാൻ കണ്ണ് വെക്കാതിരിക്കാൻ കൺമഷി തൊടുക, കാലിൽ കണ്ണ് തട്ടാതിരിക്കാൻ. അവരുടെ കാലിൽ കണ്ണ് തട്ടാതിരിക്കാൻ നമുക്ക് അവർ കൺമഷി വയ്ക്കും. ഒന്നും കാര്യമാക്കണ്ട, നമുക്കിതൊരു 45 ദിവസം കൊണ്ട് സെറ്റാക്കി തരാം. ഓക്കെ, പേടിക്കേണ്ട കാര്യമില്ല. സന്തോഷമായ? സന്തോഷം. ഉറപ്പാണ് ഇത് മാറുമെന്നുള്ളത്? അതെങ്ങനെ? വീഡിയോസ് കണ്ടിട്ടാണോ? അത് എങ്ങനെ? വീഡിയോസ് കണ്ട് മനസ്സിലായി, റിയൽ ആണെന്ന് മനസ്സിലായി. ഇന്നത്തെ കാലത്ത് ആൾക്കാരെ വിശ്വസിപ്പിക്കലാണ് ഏറ്റവും വലിയ പ്രയാസം. പ്രത്യേകിച്ച് ഈ വക രോഗങ്ങളുമായിട്ട് നടക്കുന്നവർ, ഒരു 10 വർഷത്തിൽ കൂടുതൽ ഈ രോഗം കൊണ്ടു നടക്കുന്നവർ. അപ്പം അവർക്ക് പെട്ടെന്നൊരു വീഡിയോ ഒന്നും കണ്ടു കഴിഞ്ഞാൽ വിശ്വാസം വരുന്നില്ല. ഇത് മിക്കവാറും ഫേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ കാശ് കൊടുത്ത് പറയിപ്പിക്കുന്നതായിരിക്കും എന്നൊക്കെയുള്ള ഒരു തോന്നൽ വരും. അപ്പം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നും പറഞ്ഞിട്ട് അതാത് പേഷ്യൻറ്റിനെ തന്നെ ഇത് ചെയ്ത് കാണിക്കുന്നത്. ഇപ്പോൾ മോളുടെ ഫേസ് ഞാൻ കാണിക്കാൻ താല്പര്യപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ, നിന്നെപ്പോലെ തന്നെ ഒരുപാട് ഈ ഒരു രോഗാവസ്ഥയിൽ കഴിയുന്ന ഒത്തിരി പിള്ളേരുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ 4 വയസ്സുള്ള കുഞ്ഞിനെ മുതൽ ഞാൻ ചികിത്സിക്കുന്നുണ്ട് ഈ സെയിം കണ്ടീഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ കാല് മാത്രം കാണിച്ചൊരു വീഡിയോ ചെയ്താൽ ആൾക്കാർ വിശ്വസിക്കുകയില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തില്ല, നിൻ്റെ കാല് സുഖമായതിന് ശേഷം മാത്രമേ എഡിറ്റ് ചെയ്യത്തുമില്ല കേട്ടോ. ഒരു എഡിറ്റും ചെയ്യുകയല്ല വീഡിയോയ്ക്കകത്ത്. കാര്യം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയില്ല ഒന്നാമത്. അപ്പം അതുകൊണ്ടാണ് സത്യത്തിൽ റിയലായിട്ട് അങ്ങനെ തന്നെ ഇട്ട് തുടങ്ങിയത്. ഇപ്പം ഞാൻ വീഡിയോ എഡിറ്റിംഗ് പഠിച്ചു, പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നത് അതിനെക്കാട്ടി നല്ലത് എഡിറ്റ് ചെയ്യാതെ തന്നെ റിയലായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കലാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നീ വിശ്വസിച്ച് 45 ദിവസം കൊണ്ട് നിന്റെ ഈ കാലിൻ്റെ അവസ്ഥ മാറും കേട്ടോ. ഹാപ്പി അല്ലയോ? പോയി ധൈര്യമായിട്ട് പരീക്ഷ എഴുതിക്കോ, ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ.